നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സെനഗലാണ് ഇത്തവണത്തെ ആഫ്കോൺ വിജയിച്ചിരുന്നത്. ഫൈനലുണ്ടായിട്ടുള്ള ഡ്രാമ ഒക്കെ നമുക്കറിയാം. ഇപ്പോഴിതാ കപ്പൊക്കെ കൊണ്ടുപോയി 2 മാസത്തിന് ശേഷം CAF ആഫ്രിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രഖ്യാപിക്കുന്നു, സെനഗലല്ല മൊറോക്കോയാണ് ചാമ്പ്യന്മാർ. സെനഗൽ തോറ്റിരിക്കുകയാണ്, 3-0 തോറ്റിരിക്കുന്നു എന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു. വല്ലാത്ത ഒരു അവസ്ഥയാണിത് ശരിക്കും പറഞ്ഞാൽ. കാരണം അന്ന് ഫൈനലിൽ സംഭവിച്ച എല്ലാവർക്കും അറിയാലോ. കളിയുടെ അവസാന ഘട്ടത്തിൽ സെനഗലിൻ്റെ ഗോൾ നിഷേധിക്കുന്നു. പിന്നാലെ മൊറോക്കോക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി വിധിക്കുന്നു. സെനഗൽ പ്രതിഷേധിച്ചുകൊണ്ട് കളിക്കളം വിടുന്നു. കോച്ചാണ് ടീമിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ സാദിയോ മാനെ തിരികെ വരാൻ വേണ്ടിയിട്ട് താരങ്ങളോട് ആവശ്യപ്പെടുകയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം 10-15 മിനിറ്റിന് ശേഷം സെനഗൽ വീണ്ടും കളിക്കളത്തിലെത്തി. ആ പെനാൽറ്റി എടുത്ത ബ്രയൻ ഡയസിന് പിഴച്ചു. അങ്ങനെ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൽ 1-0 വിജയിച്ച് കയറിക്കൊണ്ട് സെനഗൽ കിരീടം ചൂടി. ഇതാണിപ്പോൾ 3-0 സെനഗൽ തോറ്റതായി വിധിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ വിധി CAF പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഭവിച്ചിട്ട് എത്ര മാസമായി? ജനുവരി 18 ഈ ഫൈനൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏപ്രിലും കഴിഞ്ഞ് മാർച്ച് 18 ഇപ്പോഴാണ് ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടക്ക് നേരത്തെ 2 ടീമിലെയും താരങ്ങൾക്കെതിരെ CAF നടപടിയെടുത്തിരുന്നു. ഇനീഷ്യലി അതായിരുന്നു അവരുടെ നടപടി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വലിയ ഫൈന് മൊറോക്കോയുടെയും അതുപോലെ തന്നെ സെനഗലിൻ്റെയും താരങ്ങൾക്കൊക്കെ വിധിച്ചുകൊണ്ടുള്ള ഫൈനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ പുതിയ വിധി അനുസരിച്ച് അവർ പറയുന്നത് CAFൻ്റെ ആർട്ടിക്കിൾ 82 അനുസരിച്ച്, ടൂർണമെൻറ്റ് റെഗുലേഷൻ അനുസരിച്ച് സെനഗൽ തോറ്റിരിക്കുകയാണ്. ആ ഒരു റെഗുലേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്, ഒരു ടീം എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ നിന്ന് വിട്ടു നിൽക്കുകയോ മത്സരത്തിന് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ കളിക്കളം വിട്ടുപോവുക, റഫറിയുടെ അനുവാദമില്ലാതെ റെഗുലർ ടൈമിന് മുമ്പ് കളിക്കളം വിട്ടുപോവുകയോ ചെയ്താൽ ആ ടീം തോറ്റതായിട്ട് പ്രഖ്യാപിക്കും, ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താക്കും. ഇതാണ് വിധി എന്നായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. അത് എടുത്ത് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ് CAF. ഏതായാലും ഇത് വലിയ കോമഡി ആയിട്ടുണ്ട്. കാരണം 2 മാസത്തിന് ശേഷമാണ് ഇത് തിരിച്ചു വാങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സാദിയോ മാനെ ഇതിനെതിരെ ഇപ്പം പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കുക, ഇത് വല്ലാതെ പരിധി വിട്ടു പോയിരിക്കുന്നു. ഇതല്ല നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഫുട്ബോൾ, ഇതല്ല നമ്മൾ വിശ്വസിക്കുന്ന ആഫ്രിക്ക. വലിയ രൂപത്തിൽ നമ്മുടെ ഗെയിമിൽ അഴിമതി കടന്നുകൂടിയിട്ടുണ്ട്. ഇത് മില്യൺസ് ഓഫ് ഫാൻസിൻ്റെ, ഈ കോണ്ടിനെൻറ്റിലുള്ള മില്യൺസ് ഓഫ് ഫാൻസിൻ്റെ പാഷനെ കൊന്നുകളയുന്നതാണ്. പ്ലേയേഴ്സ് അവരുടെ എല്ലാം കളിക്കളത്തിൽ കൊടുത്തതാണ്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത് കളിയെല്ലാം കഴിഞ്ഞ് കളിക്കളത്തിന് പുറത്തു വെച്ചാണ്. ഞാൻ വളരെ ഡീപ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. സെനഗലിൻ്റെ കാര്യം മാത്രം ഓർത്തിട്ടല്ല, ആഫ്രിക്കൻ ഫുട്ബോളിനെ മൊത്തത്തിൽ ഓർത്തിട്ടാണ് എനിക്ക് നിരാശയുള്ളത്. ഞങ്ങൾ ഇതിനേക്കാൾ ബെറ്റർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഫാൻസ് ഇതിനേക്കാൾ ഫെയർനെസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പെറൻസിയും റെസ്പെക്റ്റും ഒക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും ഇതിവിടെ തീരുവാൻ തോന്നുന്നില്ല. CASലേക്ക് ഇതിൻ്റെ അപ്പീലുമായിട്ട് സെനഗൽ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.